സിദ്ധുവിനൊപ്പം പോവേണ്ട ആളല്ലേ ഞാൻ. പക്ഷെ ഇവിടുത്തെ ഗിരിയേട്ടൻ്റെ അനിയത്തിമാരുടെ സന്തോഷവും സ്നേഹം കാണുമ്പോൾ എനിക്ക് സങ്കടവും ഭയവും തോന്നുക. ഗിരിയേട്ടൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തുപറ്റി ഈ രാത്രി ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു? ഞാൻ സിദ്ധുവിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. നമ്മൾ സിദ്ധുവിനെ ഒരുപാട് തേടി, പക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എവിടെയെന്നറിയാതെ എങ്ങനെ കണ്ടുപിടിക്കുന്നല്ലേ? സിദ്ധുവിനെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ചാലോ? ഞാൻ എവിടെയോ അല്ലെങ്കിൽ പടനിലത്തോ കാണുമെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ശരിയാ പാറു പറഞ്ഞത്. പക്ഷേ ഇനി സിദ്ധുവിന് ഹരിതാത്തത് എന്തെങ്കിലും? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഗിരിയേട്ടൻ സത്യം പറഞ്ഞു. സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയോ? വല്ലതും അറിയോ? പാറു, എനിക്കൊന്നും അറിയില്ല. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചു കൂടണ്ട. പ്രതീക്ഷ കൈവിടണ്ട. ഡോക്ടറെ ഞാൻ കണ്ടെത്തുമെന്ന് വാക്ക് തന്നല്ലേ. എനിക്ക് ഉറപ്പുണ്ട് പാറു, ഡോക്ടർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഡോക്ടർ വരാത്തതിന് എന്തെങ്കിലും ശക്തമായിട്ടുള്ള കാരണം കാണും. ഡോക്ടറെ ഞാൻ കൊണ്ടുവരാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. പാറു, പാറു ഈ ഊഞ്ഞാലിലിരിക്കുമ്പോൾ എനിക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. പണ്ട് ചന്ദ്രപ്പള്ളിക്കാവില് ആ പുളിമരത്തില് ഊഞ്ഞാല് കെട്ടുമ്പോൾ ആ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് പാറു വാശി പിടിക്കായിരുന്നു. അന്ന് എല്ലാരും കയറിയിരിക്കുന്നതിന് മുമ്പ് ആദ്യം ഊഞ്ഞാലിൽ കയറിയിരിക്കും പാറു. അപ്പോഴ് ഞാനാ പാറുവിന് ഊഞ്ഞാലാട്ടി തരുന്നത്. ഓർമ്മയുണ്ടോ അതൊക്കെ? രത്നേച്ചി വാ. റാണി വാ. കുഞ്ഞി എന്താ കാര്യം? വാ വാ. എന്താ? വാ. ഒന്ന് ഇവിടെ വന്ന് വാ. എന്താ? എന്താടി? അതൊക്കെ പറയാം. ഈ റാണി വാ. എന്താ ചേച്ചി? ഇതൊന്നും ഇവിടെ വെച്ചേ. അതൊക്കെ പറയാം, കാണാനുള്ളതാ. വാ. നീ വാ. ഇവിടെ നിക്ക്. പതുക്കെ വാ. എന്താ? എന്താ? അവിടെ നോക്ക്. അങ്ങോട്ട്.
നിലാവിൽ പൂത്ത പ്രണയം. നമുക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ പോവാം. ഗിരേട്ടനറിയോ, ഗിരേട്ടൻ എന്നെ ഊഞ്ഞാലിരുത്തി ആട്ടിയപ്പോ എന്റെ മനസ്സ് നിറയെ സിദ്ധു ആയിരുന്നു. സിദ്ധു എന്നെ ഊഞ്ഞാലിരുത്തി ആട്ടുന്നതായി ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ഗിരേട്ട, അല്ല, സിദ്ധു എന്തായാലും എന്നെ അന്വേഷിച്ചു വരും. അന്ന് സിദ്ധുവിനൊപ്പം പോവേണ്ട ആളല്ലേ ഞാൻ. പക്ഷെ ഇവിടുത്തെ ഗിരേട്ടൻ്റെ അനിയത്തിമാരുടെ സന്തോഷവും സ്നേഹം കാണുമ്പോൾ എനിക്ക് സങ്കടവും ഭയവും തോന്നുക. ഞാൻ പോയി കഴിയുമ്പോൾ പിന്നീട് അവൻ്റെ അവസ്ഥ എന്താവും? സത്യത്തെ അവരെങ്ങനെ അംഗീകരിക്കും? നശിച്ചവള് എൻ്റെ ചോര തന്നെ പിറന്നവളാണ്. അവൾ വൃത്തികാരണവാ. 150 ഏക്കർ എൻ്റെ കയ്യിൽ നിന്ന് വെറുതിപ്പോയത്. അവൾ ആധാരം വായിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇനി എങ്ങനെയാ ഗിരിയുടെയും സഹോദരിമാരുടെ ഒപ്പ് വാങ്ങിക്കുക? ഭാഗ്യേ, കുറച്ച് വെള്ളം. സൗഭാഗ്യേ, അതെ, വരണു.